ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. മറ്റൊന്നുമല്ല, ഒരു വെജിറ്റേറിയൻ മെഴുക്കുപുരട്ടിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല കിടിലൻ മെഴുക്കുപുരട്ടിയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് പോയി ഈ മെഴുക്കുപുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ മെഴുക്കുപുരട്ടി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. ഒരല്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വേണം പൊടികൾ ആഡ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ക്യാരറ്റ്, 2 പൊട്ടറ്റോ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ലൊരു ഡിഷാണിത്. നമ്മളെപ്പോഴും നോൺ വെജ് റെസിപ്പീസാണ് കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് റിക്വസ്റ്റ് വന്നിരുന്നു കുറച്ച് വെജിറ്റേറിയൻ റെസിപ്പീസ് ചെയ്യാമോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെഴുക്കുപുരട്ടി കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം അസാധ്യ ടേസ്റ്റാണ് ഇതിന്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കണം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മെഴുക്കുപുരട്ടി റെഡിയായി. ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് വെന്തോന്നൊന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുമാണ്. നോൺ വെജ് കഴിക്കുകയാണെങ്കിലും ആ കൂട്ടത്തിൽ ഒരു വെജിറ്റേറിയൻ കറി ഉണ്ടെങ്കിൽ അത് നമുക്ക് വളരെയധികം ഇഷ്ടമാകൂലേ. അതിന് പറ്റിയ ഒരു സൈഡ് ഡിഷാണിത്. നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വെജിറ്റേറിയൻ മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ അസാധ്യ ടേസ്റ്റിലുള്ള വെജിറ്റേറിയൻ മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും.
നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർ തീർച്ചയായും കഴിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കണം. താങ്ക് യു.